കിട്ടിയോ ട്രോളി? വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തിയേ? ഓണായി മക്കളെ, ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഓണ ഷോപ്പിങ്ങിലേക്കാണ്. ഹായ് ഗൈസ്, ഇച്ചു ആൻഡ് കോയിലെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. വലിയ പർച്ചേസ് ഒന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള ചെറിയ ചില പർച്ചേസുകൾ. അപ്പൊ നമ്മൾ കർട്ടനും ഓണത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മൾ രാമചന്ദ്രനിലേക്ക് പോവാണ്. അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്രൻ. ബാക്കി വീഡിയോ അപ്പൊ കാണാം. ബാക്കിലുണ്ട് ഗൈസ്. ഓണായി മക്കളെ, ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. നമ്മൾ രാമചന്ദ്രൻ വന്നിട്ട് ഇതാ തിരക്കാണ് നിങ്ങളിപ്പോ കാണുന്നത്. നമ്മൾ ഇച്ചുവിനൊരു ഓണക്കോടി എടുക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്, അതുപോലെ അഫോർഡബിൾ റേറ്റും ആണ്. കൊള്ളാം. അപ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം ഇച്ചുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കലാണ്. ഓണക്കോടിയും പിന്നെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ഒക്കെയാണ് വരുന്നത്, അതിന് വേണ്ട ഡ്രസ്സൊക്കെ. പിന്നെ അമ്മയ്ക്ക് കുറച്ച് വീട്ടു സാധനങ്ങളും എടുക്കാനുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഓണക്കോടി കിട്ടുന്നതിനെക്കാട്ടിലും ഈ ഓണക്കോടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ടല്ലോ, അത് ഞങ്ങൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ദാ നമ്മൾ വളർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി എടുക്കാൻ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം നമ്മൾ ഓണം ആഘോഷിച്ചത് ഹോസ്പിറ്റലായിരുന്നു. ഇച്ചു ജനിച്ചത് ഈ ഒരു ഓണ സമയത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. ശരിക്കും ഇച്ചു വീട്ടിൽ ആദ്യമായിട്ട് ഓണം ആഘോഷിക്കാൻ പോകുന്നത് ഈ വർഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഓണം എന്ന് പറയുന്നത് ഒന്നൊന്നര ഓണം തന്നെയാണ് അല്ലേ? ഇച്ചുവിന് ഓണത്തിനിടാൻ ഷർട്ടും മുണ്ടും. ഇതിലൂടെ മുണ്ടുമില്ലേ? അവന് വെച്ച് നോക്കിയേ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കടകളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കും നമുക്ക് അത്യാവശ്യം ഒന്നും വാങ്ങാനില്ലെന്ന്. പക്ഷെ കയറി കഴിയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനം അല്ലേന്ന് തോന്നിപ്പോകും. അതിൻ്റെ മാജിക് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ ഈ ഓണം കഴിയുമ്പോഴത്തേക്കും കീശ കാലിയാവുന്ന വഴി അറിയാം. അപ്പോൾ രാവിലെ കയറിയ നമ്മളാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ കഴിയാറായി. ഇപ്പോഴും നമ്മുടെ പരിപാടി ഒന്നും തീർന്നിട്ടില്ല. എല്ലാം നോക്കിയും എടുത്തും നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, വെള്ളം കുടിക്കണം, വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കണമെന്ന്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അറിയിക്കണമെന്ന്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, അവിടെ എന്തുമാത്രം റഷും അതുപോലെ. പക്ഷെ ഒരു ഫേസ് പോലും ടയേർഡായി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ ഫേസിലും എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണല്ലോ നമ്മുടെ ഓണത്തിൻ്റെ പ്രത്യേകതയും. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങേണ്ടിയിരുന്നത് കുറച്ച് കർട്ടൻസ്, ചവിട്ടി, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ്. അതിനൊക്കെ രാമചന്ദ്രനിൽ നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കർട്ടനൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാമചന്ദ്ര തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല റേറ്റ് കുറവും ഉണ്ട്. 195. ദിവാങ്കോട്ടിന്റെ ഉണ്ടെങ്കിൽ ഓഫർ ഉണ്ട്. 139 രൂപയുള്ളൂ ഈ മോഡൽ. ഇവിടെ എന്താ ഇത്രയും തിരക്കുന്നല്ലേ? പറയാം. അതായത് 780 രൂപയ്ക്ക് 2 ചുരിദാർ സെറ്റ്. അത് അത്ര ലോ ക്വാളിറ്റി ആണെന്നൊന്നും വിചാരിക്കേണ്ട, അത്യാവശ്യം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് 1000 രൂപയിൽ താഴെയുള്ള ചുരിദാർ സെറ്റുകളാണ്. അത് മോശമല്ല. ഇവിടെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല. നമുക്ക് ഏത് വേണമെന്ന് പിന്നെയും ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വാങ്ങണ്ട, കുറച്ച് സാധനം മാത്രം മതിയെന്ന് ലിസ്റ്റ് എഴുതിയ ശേഷമാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. പക്ഷെ ലിസ്റ്റൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള 100 ചിന്ത കഴിഞ്ഞിട്ടുള്ള നിപ്പാണ് ഗൈസ് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്ത്. എന്നാൽ ഇത് വാങ്ങണമെന്ന് വലിയ അത്യാവശ്യമില്ല. അപ്പം ഞങ്ങളുടെ വക നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു, വാങ്ങിക്കുമോ, നല്ല വിലക്കുറവാണെന്ന്. അങ്ങനെ ഫൈനലി അമ്മ അത് എടുത്തു. കിട്ടിയോ ട്രോളി? വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തിയേ?
മകനെ ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് ഇപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ഗൈസ് ഇത് 189. ഇതിൽ 5 സെറ്റ് ഉണ്ട്. സംഭവം ഗൈസ് 2 സാധനം വാങ്ങിക്കാൻ വന്നവരാണ് ഇവര്. അത് കണ്ടെയ്നർ ബോക്സ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രോത്സാഹനം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ഇച്ചിരി സാധനം എടുക്കാൻ വന്ന അമ്മ ഒത്തിരി സാധനവുമായിട്ടാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ബില്ലടിക്കാനും ഉണ്ടായിരുന്നു ഇത്രയും ക്യൂ. നമ്മൾ പിന്നെ രാവിലെ എത്തിയതുകൊണ്ട് നമുക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. പിന്നെ GPay ചെയ്യുന്നവർ കയ്യിൽ ക്യാഷും കൂടെ കരുതുന്നത് നന്നായിരിക്കും. അവിടെ 3-4 പേർക്ക് GPayയുടെ ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഓണമായ എന്തൊരു ബഹളമാണല്ലേ. ഡ്രസ്സ് എടുക്കണം, സാധനങ്ങൾ വാങ്ങിക്കണം, വീട് വൃത്തിയാക്കണം, പൂക്കള വിടണം, അങ്ങനെ എന്തൊക്കെ ബഹളമാണ്. ശരിക്കും ഇത് നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് രസമുള്ള കാര്യമാണല്ലേ ഒരു ഓണം വരുന്നത്. നോക്കുക ഗൈസ്. അപ്പം നമ്മളിവിടുന്ന് ശരിക്കും ഇറങ്ങുകയാണ്. എച്ചുമായിട്ട് നമുക്ക് നേരെയുള്ള എക്സിറ്റ് വഴി ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം അവരെല്ലാവരും അതുവഴി പോയി. ഞാൻ നമ്മുടെ ട്രോളിയായിട്ട് നേരെയുള്ള എക്സിറ്റ് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ അവർ ഷോപ്പിൻ്റെ വർക്കിംഗ് ഹവേഴ്സ് കൂട്ടിയിട്ടുണ്ട്. രാത്രി 10:30 വരെ ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. കൂടാതെ നിങ്ങൾ പോകാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ പോകുന്നതായിരിക്കും നല്ലത്. പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങളിതാ ഇറങ്ങുന്ന സമയത്ത് പിന്നെയും തിരക്ക് കൂടുതലായിരുന്നു. പാർക്കിങ്ങിന് വരുന്നവരോടൊക്കെ അവർ പിന്നെ വരാനും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അവരൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതിലധികമായിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി വീഡിയോസൊക്കെ ഉടനെ തന്നെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും തന്നെ ഇടാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.